നിസാമൊക്കെയാണ് ഈ സിനിമയുടെ എല്ലാം ഞങ്ങളെ കൂടെ ഇപ്പം ഉണ്ടാവേണ്ട ആളായിരുന്നു. എല്ലാവരും സിനിമ നന്നായി പറയുന്ന കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളായിരുന്നു നിസാമ. ഞങ്ങളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ഒരു ദുഃഖം തീർച്ചയായിട്ടും വിട്ടുമാറാത്ത ദുഃഖം. ഇതിൻ്റെ ഈ സിനിമയുടെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷമാകാൻ കഴിയാതെ പോയ ആ സുഹൃത്തിനെ കുറിച്ച് ദുഃഖമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. ആ വീട്ടുകാരുടെയൊക്കെ ദുഃഖമുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയുടെ വിജയം ഒരു പരിധിവരെ അവരുടെ ദുഃഖത്തെ കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഞങ്ങൾ നേരുന്നു എൻ്റെ പ്രാർത്ഥന. ജോസ് തോമസ്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടി നിൽക്കുന്നവരിൽ വളരെ കുറച്ച് പേർക്ക് നിസാം റാവുത്തറിനെ അറിയും. പക്ഷേ ചൊവ്വാഴ്ച 6:45 വൈകിട്ട് 6:45 നിസാം റാവുത്തർ എന്നെ വിളിക്കുകയാണ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഭാരതം മാറ്റി ആ ഗതികേടിനെ കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് പ്രൊമോട്ട് ചെയ്യണം എൻ്റെ ചാനൽ, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞു സുബീഷിനെ നാളെ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ഗംഭീര സാധനം കൊടുക്കാമെന്ന് പറയുന്നു. ഞാനും നിസാമുമായി ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ ഡിസ്കഷൻ നമുക്ക് 10-ാം തീയതി മുതൽ ഇരിക്കാമെന്ന് പറയുന്നു. എല്ലാം പറഞ്ഞ് സന്തോഷമായി ഫോൺ കട്ട് ചെയ്തു. രാവിലെ 7 മണിക്ക് ഞാൻ സുബീഷിനെ വിളിക്കുകയാണ്. സുബീഷ് ഇൻ്റർവ്യൂ എപ്പോഴാണ് നമുക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജോസേട്ടാ നിസാം പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എറണാകുളത്ത് വന്നിരുന്ന നിസാം വീട്ടിലേക്ക് തിരിച്ചു പോയെന്നാണ്. ഞാൻ ചോദിച്ചു നിസാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇല്ല, നിസാം നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞ് കരയാണ്. എനിക്കൊരു നിമിഷം ചിന്തിക്കാൻ പറ്റിയില്ല. മരണം എന്ന അനിവാര്യ സത്യത്തെ നമ്മൾ മറക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ കൂടെ നിന്നാൽ 12 മണിക്കൂർ മുമ്പ് സംസാരിച്ച് ചിരിച്ച് ഫോൺ കട്ട് ചെയ്ത ഒരു മനുഷ്യൻ നമ്മോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഇന്നലെ ഞാനും എസ് എൻ സ്വാമി സാറും കൂടെ പത്തനംതിട്ടയിൽ പോയി. അതിലൊരു അത്ഭുതം, ഒരിക്കൽ പോലും എസ് എൻ സ്വാമി സാർ നിസാമിനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് തലേദിവസം വിളിച്ച് പറഞ്ഞു, നീ എപ്പോഴാണ് പോകുന്നത്? ഞാനും വരുന്നു, എനിക്ക് അവസാനമായിട്ട് അവനെ ഒന്ന് കാണണം. പോകുന്ന വഴിക്ക് ഞാൻ ഈ ഭാരത സർക്കാർ ഉൽപ്പന്നത്തിൻ്റെ കഥ പറഞ്ഞു സ്വാമി സാറിനോട്. അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്യുന്ന സിനിമയുടെ കഥ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ പല കഥകളും പറഞ്ഞു. ഇത്രയും വ്യത്യസ്തതയുള്ള കഥാസന്ദർഭങ്ങളടങ്ങിയ ഒരുപാട് കഥകൾ സൂക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത്. ഞാനിപ്പോൾ ഈ തിയേറ്ററിലിരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. പടം വിജയകരമാണ്. പടം എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുമ്പോൾ എന്നെ കരയിക്കുന്നത് ആ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി. ഇന്ന് നെഞ്ചത്ത് നിസാമക്കാരൻ്റെ ഫോട്ടോ വെച്ച് ഇവിടെ നിൽക്കല് എനിക്ക് ഓർത്തില്ല. കാരണം ഷിബുവാട്ടലും സാറിനൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കഥകളുമായി അലഞ്ഞവനാണ് നിസാംക. ഒരുപാട് കലഹിച്ചവനാണ്. നമ്മളെപ്പോഴും പറയും നിസാംക മരിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും. കാരണം നിസാംക കലഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ 3-ാമത്തെ ദിവസം നിസാംക പിണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിസാംക നമ്മളിന്ന് പിണങ്ങിപ്പോയതാണ്, നിസാംക തിരിച്ചു വരും, അല്ലെങ്കിൽ നിസാംക വരും, നിസാംക ഇവിടെ വരും. കാരണം എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്കാണ് പ്രധാനപ്പെട്ടത്. കാരണം മലയാള സിനിമയിൽ ഞാൻ എത്തിയിട്ട് കുറേ കാലം. പക്ഷേ നിസാമാണ് പറയുന്നത് നിങ്ങൾ നായകനാണ്. ഈ സ്ഥലത്തെങ്ങനെ സംസാരിക്കേണ്ടത് എനിക്കറിയില്ല. അങ്ങനെ നിസാമിന് വേണമെങ്കിൽ ഈ സിനിമ ഒരു സൂപ്പർ സ്റ്റാറുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ശിവോട്ടം പറഞ്ഞതുപോലെ ഇതൊരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റാണ്. ഏത് സൂപ്പർ സ്റ്റാറും നിസാമിക്ക് ഡേറ്റ് കൊടുക്കും. കാരണം അത്രയും നല്ല സബ്ജക്റ്റ് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അത് എന്നെ വെച്ച് ചെയ്യുമ്പോൾ നിസാമിൻ്റെ മനുഷ്യ സ്നേഹം, ആ സ്നേഹത്തിലാണ് ഈ സിനിമ ഉടലെടുക്കുന്നത്. പിന്നീട് നിസാമിൻ്റെ കഥകൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഇവർക്ക് നിൽക്കുന്ന സാമി സാറാണെങ്കിൽ ഷിബുവാട്ടനാണ്, ഇവർ ജോസായിട്ടൊക്കെ നിസാമിൻ്റെ കഥ കേട്ടാൽ നിസാമിൻ്റെ ഓരോ കഥകളും നമ്മൾ അതിശയിപ്പിക്കുക. അടുത്ത എന്നോട് പറഞ്ഞു, നിങ്ങളെ വെച്ചിട്ട് ഞാനൊരു വേറൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം സബ്ജക്റ്റ് പറഞ്ഞു പോയി. ഈ പറഞ്ഞ പോലെ നിസാം ഒരിക്കലും ഞാൻ ഉള്ളിടത്തോളം കാലം. ഇപ്പോൾ രാവിലെ നിസാം ഖാൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പ പറഞ്ഞിരുന്നു
ഇന്ന് എന്തായാലും സിനിമക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിന്ന് സിനിമ കാണാൻ പോവുക. അങ്ങനെ നിസാമുക്കാൻ്റെ ആഗ്രഹം നമ്മളെല്ലായിടത്തോളം കാലം നമ്മൾ ആ കുടുംബത്തോടൊപ്പം ആ മോനോടൊപ്പം ഉണ്ടാവും. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകതരം ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കഥ എന്നോട് ആദ്യം നിസാമക്കയാണ് എന്നോട് പറഞ്ഞത്. നിസാമക്കയുടെ ശബ്ദമാണ് ഞാൻ ആദ്യം കേട്ടത്. ഈ സിനിമയെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ ഗൗരിക്ക് ഈ ഒരു ആശയുടെ ക്യാരക്ടർ ഗൗരി നല്ലോണം ചെയ്യും, അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. എന്നെ കാണുന്ന മുമ്പ് തന്നെ നിസാമക്കയുടെ ശബ്ദത്തിൽ ആ ഒരു വിശ്വാസം എൻ്റെ മേലിലുണ്ടായിരുന്നു. അത് ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ. പിന്നെ ഈ പടം ചെയ്തു. കഴിഞ്ഞ ആഴ്ച പോലും ഞങ്ങൾ പ്രൊമോഷൻസിൻ്റെ അടുക്ക് ആ സമയത്തും ഗൗരി ഇവിടെ വന്നിരിക്കുക, ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. സാർ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഒരു അറിവും അത് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു നിസാമക്കയ്ക്ക്. അത്രയും പാഷനറ്റ് ആയിട്ടാണ് ഈ ഒരു കഥ എഴുതിയതും. ഇത് റിലീസാവാൻ ഏറ്റവും പ്രതീക്ഷിച്ചതും നിസാമക്കയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 1-ാം തീയതി ഞങ്ങളുടെ പടം റിലീസായിരുന്നെങ്കിൽ ചിലപ്പോൾ നിസാമക്ക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ. അപ്പോൾ ആദ്യത്തെ പ്രശ്നം സമരം, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടൈറ്റിലിൻ്റെ പ്രശ്നം സെൻസറിൻ്റെ, അത് കഴിഞ്ഞ് പെട്ടെന്ന് 2 ദിവസം മുമ്പ് ഒരു ഷോക്കായിരുന്നു നിസാമക്കയുടെ മരണം. അത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ആർക്കും സിങ്ക് ആവുന്നില്ല. അത്രയും ഇമോഷണലായിട്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഫീൽ ചെയ്യുന്നത്. സാധാരണ ഒരു സിനിമയുടെ റിലീസ് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സമയമാണ്. പക്ഷേ പല കാരണവശാൽ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ നിസാമിക്ക ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഈ പടം ഞങ്ങളുടെ കൂടെ തന്നെ ഇന്ന് കണ്ടു, സന്തോഷിച്ചു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. വേറൊന്നും പറയാനില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കുഞ്ഞ് ജനിച്ചു, അമ്മ മരിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ. നിസാക്കയുടെ കുഞ്ഞാണിത്, നിസാക്ക ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇമോഷൻ എന്താണെന്നോ, ഈ സിനിമ കണ്ടിട്ട് സന്തോഷിക്കണോ വിഷമിക്കണോ അറിയില്ല. പക്ഷെ നിസാക്ക ഹാപ്പി ആയിരിക്കും. പുള്ളിയുടെ കുഞ്ഞ് ജനിച്ചു, അതിനെ ഇനി എല്ലാവരും സന്തോഷത്തോടു കൂടി കൈനീട്ടി വാങ്ങുക. അത്രയും. താങ്ക് യു സോ മച്ച്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് അദ്ദേഹം ചെയ്തൊരു കലാരൂപം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് അത് കാണാതെ കണ്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത്. അതും ചെറിയൊരു 2 ദിവസം ഒരുപക്ഷെ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും നമ്മുടെ കൂടെ ഈ സിനിമ കാണാനോട് ഉണ്ടായിരുന്നേനെ. വലിയൊരു ദുഃഖമാണ്. നിസാമക്ക കാരണമാണ് എന്നോട് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് പറയുന്നതും ഈ സിനിമയിലേക്ക് വരണം എന്ന് പറയുന്നതും നിസാമക്കയാണ്. എപ്പോൾ കണ്ടാലും ഓരോ കഥയുണ്ടാവും അദ്ദേഹത്തിന് പറയാനായിട്ട്. എപ്പോഴും സിനിമയാക്കാനായിട്ടുള്ള ഒരുപാട് കഥകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു സിനിമ കാണുന്നു, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. ഈ സിനിമ തുടങ്ങിയത് പോലും അദ്ദേഹം കാരണമാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാതെ കണ്ട് നമ്മൾ അതും വെറും ഒരു 2 ദിവസം മുൻപ് ഇങ്ങനെ സംഭവിച്ചുല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷമം അത്ര കഠിനമാകുന്നത്. എനിക്ക് തോന്നുന്നു വളരെ സാമൂഹ്യ ബോധവും അതുപോലെ കലാബോധവും ഉണ്ടായിട്ടുള്ളൊരു മനുഷ്യനാണ് നിസാമക്ക. എപ്പോൾ കണ്ടാലും നമുക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.